ഹായ് ഓൾ ക്യൂബിറ്റ് അക്കാഡമിയുടെ RRB NDPC എക്സ്പ്രസ് ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ മുമ്പത്തെ വീഡിയോകളിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വീഡിയോ വേണമെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു പല കാൻഡിഡേറ്റ്സിനും ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ബട്ട് നമ്മൾ ഒരു പെർസെൻറ്റേജിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനുള്ളത്. നമ്മൾ അതൊന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് കേട്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഇയറിൽ നടത്തിയ എക്സാമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിനു മുമ്പ് നമുക്കൊരു ചെറിയൊരു ഇൻട്രോ പറയാം. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. നമ്മൾ അതിനെപ്പറ്റി പറയുന്നു. അതിനുശേഷം നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അറിയണമെങ്കിൽ നിങ്ങൾ പെർസെൻറ്റേജ് വളരെ നന്നായിട്ട് മനസ്സിലാക്കണം. സോ പെർസെൻറ്റേജിൻ്റെ ഒരു തീമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളാണ് ആക്ച്വലി എന്തിനകത്ത് അപ്ലൈ ചെയ്യുന്നുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ. സോ ഇനീഷ്യലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ടേമുകളുണ്ട്. ഒന്ന് കോസ്റ്റ് പ്രൈസ്, 2 സെല്ലിംഗ് പ്രൈസ്, തേർഡ് വൺ ഈസ് മാർക്കറ്റ് പ്രൈസ്. സോ ഈ 3 ആൾക്കാരെ അറിയുക. കോസ്റ്റ് പ്രൈസിന് നമ്മൾ ഷോർട്ടായിട്ട് CP എന്ന് പറയാറുണ്ട്. അതായത് ഒരു ആർട്ടിക്കിളിൻ്റെ ഒറിജിനൽ പ്രൈസിനെയാണ് നമ്മൾ CP എന്ന് വിളിക്കാറുള്ളത്. സെല്ലിംഗ് പ്രൈസിന് നമ്മൾ ഷോർട്ടായിട്ട് SP എന്ന് പറയാറുണ്ട്. ഒരു ആർട്ടിക്കിൾ വിറ്റ വിലയ്ക്കാണ് നമ്മൾ എന്ത് പറയാറുള്ളത്, SP എന്ന് പറയാറുള്ളത്. അടുത്തത് മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസിന് നമ്മൾ പല പേരുകൾ പറയാറുണ്ട്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ലേബിൾഡ് പ്രൈസ് ആണ്. അതായത് മാർക്കപ്പ് പ്രൈസ് എന്ന് വിളിക്കാറുണ്ട്, ലിസ്റ്റഡ് പ്രൈസ് എന്ന് വിളിക്കാറുണ്ട്, പ്രിന്റഡ് പ്രൈസ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ആളാണ് ആര്, മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം സിമ്പിളായിട്ട് നിങ്ങളൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വാങ്ങിക്കുന്നു. സപ്പോസ് നിങ്ങളൊരു ബാഗ് വാങ്ങിക്കുന്നു. അപ്പോൾ ആ ഒരു ബാഗ് വാങ്ങിക്കുമ്പം ആ ബാഗിൽ പ്രൈസ് ടാഗ് ഉണ്ടാവും അല്ലേ. ആ പ്രൈസ് ടാഗിൽ നിങ്ങൾക്ക് എഴുതിയിരിക്കുകയാണ് MRP ₹3000. ഇപ്പം ആ ഒരു ബാഗിൻ്റെ പ്രൈസ് ടാഗിൽ എഴുതിയിരിക്കുകയാണ് MRP ₹3000. എന്നിട്ട് അവിടെ ആ ഷോപ്പിലൊരു ഡിസ്കൗണ്ട് ഉണ്ട്, ഒരു 20% ഓഫ് ഉണ്ടല്ലേ. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഡിസ്കൗണ്ട് ആണല്ലേ. അപ്പം 3000ൻ്റെ 20% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. 3000ൻ്റെ 20% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും 600 രൂപ ഡിസ്കൗണ്ട് കിട്ടും അല്ലേ. അപ്പം 3000 രൂപ വിലയുള്ള ബാഗ് നമുക്ക് വിൽക്കുക എന്തിനായിരിക്കും, 3000 മൈനസ് 600 എന്തിനു വിൽക്കും, 2400 വിൽക്കും. അപ്പം ഇവിടെ 2400 എന്ന് പറയുന്നത് ബാഗിൻ്റെ എന്തായിരിക്കും, സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ആരുടെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പം, ഷോപ്പ് കീപ്പറുടെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പം. ഓക്കെ, അപ്പം 2400 എന്ന് പറയുന്നത് ബാഗിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. നമ്മൾ ബാഗ് വിൽക്കാൻ വേണ്ടി നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഈ 3 ആൾക്കാർ എന്താണെന്ന് ക്ലിയർ ആയി കാണുന്നു വിശ്വസിക്കുന്നു. അതായത് യൂഷ്വലി നമ്മൾ മാർക്കറ്റ് പ്രൈസിനായിരിക്കില്ല വിൽക്കുക. അങ്ങനെ വിൽക്കുന്ന പ്രോബ്ലംസും ഉണ്ട്. യൂഷ്വലി നമുക്കൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ട് എങ്കിൽ അവിടെ എപ്പോഴും സാധാരണ രീതിയിൽ എന്തും കൊടുക്കാറുണ്ട്, ഡിസ്കൗണ്ടും കൊടുക്കാറുണ്ട്. മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആരെയായിരിക്കും, സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ക്ലിയർ? ഇപ്പം 2400 രൂപയ്ക്ക് ബാഗ് വിറ്റു. ആ പ്രോബ്ലത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരികയാണ്. 2400 രൂപയ്ക്ക് ബാഗ് വിറ്റു. അപ്പം ഷോപ്പ് കീപ്പർ പറയാണ്, പോട്ടെ 3000ൻ്റെ സാധനമായിരുന്നു, ഞാൻ 2400-നാണ് വിറ്റത്, എന്നിട്ടും എനിക്കൊരു 400 ലാഭം കിട്ടിയെന്ന് വിചാരിക്കുക. അയാൾ പറയുകയാണ്, എന്നിട്ടും എനിക്കൊരു 400 ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ ബാഗിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക, ബാഗിൻ്റെ കോസ്റ്റ് പ്രൈസ് 400 ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബാഗ് വാങ്ങിക്കാൻ ഷോപ്പ് കീപ്പർക്ക് എന്തേ ചിലവായി കാണുകയുള്ളൂ, 2000 ചിലവായി കാണുകയുള്ളൂ അല്ലേ. അപ്പം നോക്കൂ, മാർക്കറ്റ് പ്രൈസ് 3000 ആയിരുന്നു. 3000-ൽ നിന്നും ഡിസ്കൗണ്ട് കുറച്ചപ്പം നമുക്ക് ആരെ കിട്ടി, സെല്ലിംഗ് പ്രൈസ് കിട്ടി. സെല്ലിംഗ് പ്രൈസിൽ നിന്നും പ്രോഫിറ്റ് കുറച്ചപ്പോൾ ആരെ കിട്ടി, കോസ്റ്റ് പ്രൈസ് കിട്ടി. നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. അതായത് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും മാർക്കറ്റ് പ്രൈസും ഇത് 3 തന്നുകൊണ്ട് നമുക്ക് ഒന്നുമില്ല മാർക്കറ്റ് പ്രൈസ് തന്ന് കോസ്റ്റ് പ്രൈസിനെ ചോദിക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് തന്നിട്ട് മാർക്കറ്റ് പ്രൈസിനെ ചോദിക്കാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ലോജിക്ക് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് പ്രൈസിന് ഡയറക്റ്റ് കണക്ഷൻ ആരുമായിട്ടാണ്, സെല്ലിംഗ് പ്രൈസുമായിട്ടാണ്. അതേപോലെ കോസ്റ്റ് പ്രൈസിനോടുകൂടെ ലാഭം കൂട്ടിയാലും സെല്ലിംഗ് പ്രൈസ് കിട്ടും. സോ അപ്പം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയേറ്റർ ആണ്. ആരുടെ, 2 ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്നത്, കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്കറ്റ് പ്രൈസിൻ്റെ ഇടയിൽ. അപ്പം മാർക്കറ്റ് പ്രൈസ് തന്നിട്ട് CP കാണാൻ പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് CPയിലേക്ക് വരാനുള്ള യൂഷ്വലി നമുക്ക് വരാൻ പറ്റില്ല.
അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമ്മൾ ആദ്യം ആരെ കാണണം? സെല്ലിംഗ് പ്രൈസ് കാണണം. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ആരെ കാണണം? കോസ്റ്റ് പ്രൈസ് കാണണം കേട്ടോ. ആ ഒരു ലോജിക്കാണ് ഈ പ്രോബ്ലത്തിൽ, ഇങ്ങനത്തെ 3 ആൾക്കാരും വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് സി പി എന്താണ്, എസ് പി എന്താണെന്ന് പറഞ്ഞു. തൽക്കാലം കുറച്ച് നേരത്തേക്ക് നമ്മൾ മാർക്കറ്റ് പ്രൈസിനെ മാറ്റി നിർത്തുന്നു. നമുക്ക് ഇനിയും സി പി എസ് പി തമ്മിലുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നോക്കൂ, നമുക്ക് അല്ലേ ഒരു ആർട്ടിക്കിളിൻ്റെ ഒറിജിനൽ പ്രൈസ് കോസ്റ്റ് പ്രൈസും വിറ്റ വില എന്താന്ന് പറഞ്ഞു, സെല്ലിംഗ് പ്രൈസും പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഒരു 400 റുപ്പീസ് വർത്തുള്ള ഒരു ആർട്ടിക്കിൾ 500 റുപ്പീസിന് വിൽക്കുന്നു അല്ലേ. സോ ഇവിടെ 400 എന്നുള്ളത് സി പി ആയിരിക്കും, 500 എന്നുള്ളത് എന്തായിരിക്കും, എസ് പി ആയിരിക്കും. പ്രോഫിറ്റ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചുകൂടെ? പ്രോഫിറ്റ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ഈക്വൽ ടു, നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, ഒരു ആർട്ടിക്കിൾ എപ്പോഴാണ് പ്രോഫിറ്റിന് വിൽക്കുന്നത്? കോസ്റ്റ് പ്രൈസിനേക്കാളും കൂട്ടി വിൽക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. കോസ്റ്റ് പ്രൈസിനേക്കാളും കുറച്ച് വിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. അപ്പോൾ ഒരു 400ൻ്റെ ആർട്ടിക്കിൾ 500-നാണ് വിൽക്കുന്നത് എങ്കിൽ അവിടുത്തെ ലാഭം എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 100 രൂപയായിരിക്കും. നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മളടുത്ത് പ്രോഫിറ്റ് എമൗണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചോദിക്കാം അല്ലേ. നമ്മളൊരു എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മാർക്കായിട്ട് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് പറയാൻ പറ്റും. അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റിൻ്റെ എമൗണ്ടിലും നമുക്ക് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോഫിറ്റിനെ പെർസെൻറ്റേജിലും കാണിക്കാൻ പറ്റും. അപ്പം ഇവിടെ പ്രോഫിറ്റ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 400ൻ്റെ ആർട്ടിക്കിൾ 500-നാണ് വിൽക്കുന്നത് എങ്കിൽ 100 രൂപയായിരിക്കും ലാഭം വരിക. പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു എന്താ വരിക? പ്രോഫിറ്റ് ബൈ സി പി, കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. സോ അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് 100 രൂപയാണ്, സി പി 400 ആണ് അല്ലേ. അപ്പം പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു 100 ബൈ 400 ഇൻറ്റു 100. 100ഉം 400ഉം 0 എന്താവും? ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഫ്രാക്ഷൻ 1/4 ആണ്. 1/4ൻ്റെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. 1/4 ഈക്വൽ ടു എന്ത് കിട്ടും? 25% കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കൂ, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കാണാനായിട്ട് ഒരിക്കലും എക്സാക്ട് സി പിയും എസ് പിൻ്റെ ആവശ്യമില്ല. കാരണം സി പിയും എസ് പിയും തമ്മിലുള്ള റേഷ്യോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ലോസ് കാണാൻ പറ്റും. ഓക്കെ, പ്രോഫിറ്റ് എമൗണ്ട് കാണാനാണ് നമുക്ക് ആക്ച്വൽ സി പിയും ആക്ച്വൽ എന്ത് വേണ്ടത്? എസ് പിയും വേണ്ടത്. ക്ലിയർ? ഇനിയും നമുക്ക് ലോസ് എപ്പോഴാണ് സംഭവിക്കുക അല്ലേ? ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ 400ൻ്റെ ആർട്ടിക്കിൾ 500-ന് വിറ്റപ്പം പ്രോഫിറ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ഇനിയും എപ്പോഴാണ് ലോസ് സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനേക്കാളും കുറച്ച് വിറ്റ് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് സംഭവിക്കുക? ലോസ് സംഭവിക്കുക. ഇപ്പോൾ നോക്കൂ, ഒരു 400ൻ്റെ ആർട്ടിക്കിൾ ഞാനൊരു 250-ക്ക് വിറ്റു. 400ൻ്റെ ആർട്ടിക്കിൾ ഒരു 250-ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്കവിടെ എന്തായിരിക്കും? ലോസ് ആയിരിക്കും അല്ലേ. കാരണം നമ്മളവിടെ വിറ്റത്, സെല്ല് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും താഴെയാണ്. അപ്പോൾ എത്ര രൂപ ലോസ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150 റുപ്പീസ് അല്ലേ. 400 250-ക്കാണ് വിറ്റത്, 150 റുപ്പീസ് അവിടെ ലോസ് വന്നു. ലോസിൻ്റെ പെർസെൻറ്റേജ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു എന്താ വരിക? ലോസ് ബൈ സി പി ഇൻറ്റു 100. അപ്പം ലോസ് പെർസെൻറ്റേജ് ഇവിടെ എത്ര വരും നോക്കിയേ നിങ്ങൾ? 150 ആണ് ലോസ് വരുന്നത്, സി പി വരുന്നത് 400 ആണ് ഇൻറ്റു 100. ക്ലിയർ? 150/400 നമുക്ക് കട്ട് ചെയ്യാം. 50-ൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3/8 കിട്ടും. 1/8ൻ്റെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ 100/8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും 12.5 ആണ്. സോ 3/8 ആകുമ്പോൾ നമുക്ക് കിട്ടുക 3 × 12.5. ദാറ്റ് മീൻസ് എന്ത് കിട്ടും? 37.5% കിട്ടും. ക്ലിയർ? ഇനിയും ഈ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. എന്താണ് പ്രോഫിറ്റ്, എന്താണ് ലോസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം, ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനിയും നിങ്ങൾ നോക്കൂ, ഒരു 5000 റുപ്പീസ് വർത്തുള്ള ഒരു ആർട്ടിക്കിൾ 5000 റുപ്പീസ് വർത്തുള്ള ഒരു ആർട്ടിക്കിൾ 10% പ്രോഫിറ്റിന് വിറ്റു. ക്ലിയർ? 5000 റുപ്പീസ് വർത്തുള്ള ഒരു ആർട്ടിക്കിൾ 10% പ്രോഫിറ്റിന് വിറ്റു. അങ്ങനെയാണെങ്കിൽ വിറ്റ വില കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 5000-നോട് കൂടെ 10% കൂട്ടിയാൽ മതി. 5000-ൻ്റെ 10% നിങ്ങൾക്കറിയും 500 ആണ്. സോ സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടി? 5500 കിട്ടി. ഇനിയും നോക്കൂ, 1246 രൂപ വിലയുള്ള ഒരു ആർട്ടിക്കിൾ 8% പ്രോഫിറ്റിന് വിറ്റു.
വിറ്റ വില എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വളരെ സിമ്പിളായിട്ട് രണ്ടാമത്തത് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റൂല. കാരണം നമ്പേഴ്സ് അത്രയും എന്തല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്പേഴ്സ് അല്ല ഉള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സൻറ്റേജിൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക. കാരണം 1246 ആർട്ടിക്കിൾ 8% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, നമ്മളുടെ ഇതാണ് കോസ്റ്റ് പ്രൈസ്. ഈ ഒരു കോസ്റ്റ് പ്രൈസിനേക്കാളും എന്ത് കൂട്ടി വിറ്റു, 8% കൂട്ടി വിറ്റു. ദാറ്റ് മീൻസ് കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ 100ൻ്റെ ആർട്ടിക്കിൾ നമ്മൾ എന്തിന് വിറ്റ് കാണും, 108ന് വിറ്റ് കാണും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് പ്രൈസിനെ നമുക്കിവിടെ എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും, 100 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിനോടുകൂടെ എന്ത് കൂട്ടിയാൽ മതി, 8% കൂട്ടിയാൽ മതി. ഇനി അതുകൂടാണ്ട് പേഴ്സൻറ്റേജിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. പേഴ്സൻറ്റേജിൻ്റെ കാണാത്ത ആൾക്കാർ കയറി നോക്കുക, വീഡിയോസ് ഉണ്ട് അവിടെ. അപ്പം പേഴ്സൻറ്റേജിൽ നമ്മൾ പറയുന്നുണ്ട്, ഒരു നമ്പർ X% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ വിൽ ബിക്കം എന്താവും, 100 + എന്താവും, X% ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പറിനോട് കൂടെ നമ്മൾ X% കൂട്ടാൻ പറഞ്ഞാൽ ആ നമ്പർ എന്താവും, ഓൾഡ് നമ്പറിൻ്റെ 100 + X% ആയി മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, 1246 കൂടെ നമ്മൾ എന്ത് കൂട്ടിയാൽ മതി, 8% ലാഭം കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വിറ്റ വില കാണാൻ എന്ത് ചെയ്താൽ മതി, 1246ൻ്റെ എന്ത് കാണുന്നു, 108% കാണുന്നു. വാട്ട് എവർ, ഞാനൊരു എക്സാമ്പിൾ എടുത്തുന്നേ ഉള്ളൂ, ഡെസിമൽസ് ആണ് വരിക. അപ്പം അതിൻ്റെ 108% കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും, 8% ലാഭത്തിൽ വിൽക്കുന്ന സെല്ലിംഗ് പ്രൈസ് കിട്ടും. ക്ലിയർ? ഓക്കെ. ഇനിയും ഒരു ആർട്ടിക്കിൾ 6% ലോസിന് വിറ്റു. ലോസിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, കോസ്റ്റ് പ്രൈസിനേക്കാളും കുറച്ച് വിൽക്കുകയാണ്. അതായത് കോസ്റ്റ് പ്രൈസിനേക്കാളും 6% താഴ്ത്തി വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ 6% ലോസിന് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിറ്റത് എന്തിനായിരിക്കും, CPയുടെ എന്തിനു വിൽക്കും, 94%ന് വിൽക്കും. അപ്പോൾ CPയുടെ 94% കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇനിയും ഒരു ആർട്ടിക്കിൾ 12% ഗെയിനിന് വിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വിറ്റ വില കാണാൻ CPയുടെ എന്ത് കണ്ടാൽ മതിയാവും, 112% കണ്ടാൽ മതിയാവും അല്ലേ. CPയുടെ 112% കണ്ടു കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസ് കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CP തന്നിട്ട് എന്ത് കാണാനാണ് പഠിച്ചത്, SP കാണാനാണ് പഠിച്ചത് അല്ലേ. CP തരും, എന്നിട്ട് വാട്ട് ഈസ് ദ SP എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ കാണാനാണ് പഠിച്ചത്. അപ്പം ഒന്നും കൂടി ഞാൻ പറയുന്നു, CP to SP കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, CP × 100 ± വാട്ട് എവർ. ഞാനത് അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ പറയുന്നേ ഉള്ളൂ. CP × 100 ± X/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് കിട്ടും, SP കിട്ടും. ഈ ± കൊടുക്കാൻ കാരണം എന്താണ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്ലസ് ആ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ്, ലോസ് ആണെങ്കിൽ മൈനസ് ആ ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ്. അതുകൊണ്ടാണ് CP × 100 ± X/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും, SP ആയിരിക്കും. ഇനിയും ഇതിൻ്റെ തന്നെ നേരെ റിവേഴ്സ് ചോദിക്കാം. സെല്ലിംഗ് പ്രൈസ് തന്നിട്ട് നമ്മളെടുത്ത് എന്ത് ചോദിക്കാം, കോസ്റ്റ് പ്രൈസ് ചോദിക്കാം. ക്ലിയർ? സെല്ലിംഗ് പ്രൈസ് തന്നിട്ട് കോസ്റ്റ് പ്രൈസ് ചോദിക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആർട്ടിക്കിൾ 1246 റുപ്പീസിന് വിറ്റപ്പം 8% ഗെയിൻ. ക്ലിയർ? ഒരു ആർട്ടിക്കിൾ 1246 റുപ്പീസിന് വിറ്റപ്പം 8% ഗെയിൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ എന്താണ്, CP എത്ര എന്ന് ചോദിക്കാം. നോക്കൂ, 1246 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ വിറ്റ വിലയാണ്. ഈ വിലയ്ക്ക് വിറ്റപ്പം എന്ത് കിട്ടി, 8% ഗെയിൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൂടെ, ഈ ഒരു 1246 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും 8% കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് CPയുടെ 108% ആയിരിക്കും എന്ത് വരിക, 1246. അപ്പോൾ CP കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, 1246 / 108 × 100. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആർട്ടിക്കിളിൻ്റെ എന്ത് കിട്ടും, CP കിട്ടും. ക്ലിയർ? അപ്പം SP തന്നിട്ട് CP കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സെയിം. ഇപ്പം ഈ ചെയ്തതിൻ്റെ ഒരു റിവേഴ്സ് സ്ട്രാറ്റജി. അപ്പം SP തന്നിട്ട് CP കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ SP / 100 ± X കൊടുത്തു എന്നേ ഉള്ളൂ, × 100 ചെയ്താൽ എന്ത് കിട്ടും, CP കിട്ടും. ക്ലിയർ? അപ്പം CPയിൽ നിന്ന് SP കാണാൻ പറഞ്ഞു, അതേപോലെ SPയിൽ നിന്ന് CP കാണാനുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം RRB NTPCയിലൊക്കെ വളരെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ് അവിടെ വരുന്നത് കേട്ടോ. ഓക്കെ. ഇനിയും നമുക്ക് ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം ആ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഒന്ന് പരിചയപ്പെട്ട് പോകാം. അതിലെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരു ഡീറ്റെയിലിംഗ് നടത്തി പോകാം കേട്ടോ.
ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കൂ. എ മാൻ പർച്ചേസസ് ആൻ ഐറ്റം ഫോർ 950 ആൻഡ് സെൽസ് ഇറ്റ് ഫോർ ₹1000. ഫൈൻഡ് ഈസ് പെർസെൻറ്റേജ് ഓഫ് ഗെയിൻ. കണ്ടുപിടിച്ചുകൂടെ? അപ്പം എ മാൻ പർച്ചേസസ് ആൻ ഐറ്റം ഫോർ 950 എന്ന് പറഞ്ഞാൽ 950 ആളുടെ എന്തായിരിക്കും? കോസ്റ്റ് പ്രൈസ് ആയിരിക്കും. 1000 എന്ന് പറയുന്നത് ആളുടെ എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. ഗെയിൻ പെർസെൻറ്റേജ് അല്ലെ, പെർസെൻറ്റേജ് ഓഫ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. സോ 950ൻ്റെ ആർട്ടിക്കിൾ 1000ന് വിൽക്കുന്നു, പ്രോഫിറ്റ് വരിക 50 ആണ്, CP വരുന്നത് എത്രയാണ്? 950 ആണ്, ഇൻറ്റു 100. സോ 50/950 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 19 കിട്ടും. സോ ആൻസർ വരിക 100/19. 100ൽ 19 5 ടൈംസ് പോകും, റിമൈൻഡർ 5 ആയിരിക്കും. സോ ആൻസർ വരിക 5/19. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കൂ. കോസ്റ്റ് പ്രൈസ് ഓഫ് 8 ടേബിൾ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ 5 ടേബിൾ. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഗെയിൻ എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ CP ഓഫ് 8 ഈക്വൽ ടു SP ഓഫ് എന്താണ്? 5 ആണ്. ഗെയിൻ പെർസെൻറ്റേജ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ പ്രോബ്ലം നിങ്ങൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുന്നു. സോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്, ഡിവൈഡഡ് ബൈ SP-ൻ്റെ എണ്ണം. SP-ൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 5 കിട്ടും. ഇൻറ്റു പെർസെൻറ്റേജ് കാണാനായിട്ട് ഈ ഫ്രാക്ഷനെ ഇൻറ്റു 100 ചെയ്യണം. സോ അപ്പോൾ ഇവിടുത്തെ ഗെയിൻ പെർസെൻറ്റേജ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3/5 ഇൻറ്റു 100 കിട്ടും. 3/5 ഇൻറ്റു 100 ചെയ്താൽ ആൻസർ അവിടെ കിട്ടുക എന്തായിരിക്കും? 60% ആയിരിക്കും. ഇനി അതിൻ്റെ കാരണം നമുക്ക് നോക്കാം. പല രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. CP ഓഫ് 8 ആർട്ടിക്കിൾ ഈക്വൽ ടു SP ഓഫ് 5 ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ് അല്ലേ? 8 ആർട്ടിക്കിൾ വാങ്ങിക്കാൻ എനിക്ക് എന്താണോ ചിലവായത് ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടി. എത്ര ആർട്ടിക്കിൾ വിറ്റപ്പം? 5 ആർട്ടിക്കിൾ വിറ്റപ്പോൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര ആർട്ടിക്കിൾ ബാക്കി ഉണ്ടാവും? 3 ആർട്ടിക്കിൾ ഇനിയും വിൽക്കാൻ കിടക്കുകയാണ്. ആ 3 ആർട്ടിക്കിൾ വിറ്റ് കിട്ടുന്ന പൈസ എനിക്ക് എന്തായിരിക്കും? ലാഭമായിരിക്കും അല്ലേ? എപ്പോൾ എനിക്ക് 3 ആർട്ടിക്കിൾ മിച്ചം കിട്ടുന്നത്? ഓരോ 5 ആർട്ടിക്കിൾ വിൽക്കുമ്പോഴും എനിക്ക് 3 ആർട്ടിക്കിൾ ലാഭമാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ എന്തെടുക്കുന്നത്? 3/5 എടുക്കുന്നത്. 3/5 ഇൻറ്റു 100 ചെയ്യുന്നത്. ഇനിയും അതൊരു മെത്തേഡ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ CP അല്ലേ 8 ആർട്ടിക്കിളിൻ്റെ CP 5 ആർട്ടിക്കിളിൻ്റെ SPക്ക് ഈക്വൽ ആണെങ്കിൽ CPയും SPയും തമ്മിലുള്ള റേഷ്യോ ഈ നമ്പറിന് നേരെ റിവേഴ്സ് ആയിരിക്കും അല്ലേ? CP 5 ആണെങ്കിൽ SP എന്തായിരിക്കും വരിക? 8 ആയിരിക്കും. ഇവൻ ഇങ്ങനെ ഒരു തിരിച്ചെഴുത്ത് പോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്കൊന്ന് കുറച്ചും കൂടി ബെറ്റർ നമുക്ക് ആ ലോജിക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ആദ്യത്തെ മെത്തേഡ് തന്നെയാണ്. 8 ആർട്ടിക്കിൾ വാങ്ങിച്ച പൈസ കിട്ടി, എത്ര എണ്ണം വിറ്റപ്പം? 5 ആർട്ടിക്കിൾ വിറ്റപ്പം. ബാക്കി 3 എണ്ണം വിൽക്കാൻ ബാക്കിയുണ്ട്, അത് ലാഭമാണ്. ക്ലിയർ? ഈ ഫോൾസ് വെയ്റ്റിൻ്റെ കോൺസെപ്റ്റും ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനിയും ഇതേ പ്രോബ്ലത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ. CP ഓഫ് 8 ആർട്ടിക്കിൾ ഈക്വൽ ടു SP ഓഫ് 10 ആർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. അതായത് CPയുടെ എണ്ണത്തിനേക്കാളും SPയുടെ എണ്ണം കൂടുതലാണെങ്കിൽ ലോസ് ആയിരിക്കും. SPയുടെ എണ്ണം കുറവാണെങ്കിൽ എന്തായിരിക്കും? ഗെയിൻ ആയിരിക്കും. ഇവിടെ മീനിങ് എന്താണ്? 8 ആർട്ടിക്കിൾ വാങ്ങിച്ച പൈസ കിട്ടാൻ 10 ആർട്ടിക്കിൾ വിൽക്കേണ്ടി വന്നു. അതായത് കയ്യിൽ നിന്ന് എത്ര ആർട്ടിക്കിൾ പോയി? 2 ആർട്ടിക്കിൾ നഷ്ടപ്പെട്ടു. സോ ഇവിടുത്തെ ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/10 കിട്ടും. സോ 2/10 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ കിട്ടുക? 1/5. 1/5 എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് എന്ത് കിട്ടും? 20% ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് ഫോൾസ് വെയ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്നുണ്ട്. ഈ ഫോൾസ് വെയ്റ്റ് തന്നെ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒന്ന് CP ഈക്വൽ ടു SPയും രണ്ടാമത്തത് CP നോട്ട് ഈക്വൽ ടു SPയും. ഓക്കെ, ഈ പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണ്. അപ്പം അതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് CP ഈക്വൽ ടു SP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാൾ എന്ത് ചെയ്യും? 1 കിലോ പഞ്ചസാര, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ 1 കിലോ പഞ്ചസാര 40 രൂപയ്ക്ക് ഒരു ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. ഒരു ഷോപ്പ് കീപ്പർ 1 കിലോ പഞ്ചസാര 40 രൂപയ്ക്ക് ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു. എന്നിട്ട് കസ്റ്റമർക്കും ഈ ഷുഗർ എന്തിനു തന്നെ കൊടുക്കുന്നു? 40 രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നു. അതാണ് CP ഈക്വൽ ടു എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? SP. പക്ഷേ ഇയാൾ 1 കിലോയ്ക്ക് പകരം മേ ബി 900 ഗ്രാമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ, 900 ഗ്രാമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നോക്കൂ അയാളുടെ ലാഭം എന്തായിരിക്കും? അപ്പം ആ പ്രോബ്ലത്തിൻ്റെ മീനിങ് ഇതാ ഇത്രയേ ഉള്ളൂ. CP ഓഫ് 1000 ഈക്വൽ ടു SP ഓഫ് എന്തായിരിക്കും? 900 ഗ്രാം ആയിരിക്കും. അതായത് 40 രൂപയ്ക്ക് വാങ്ങിച്ച പഞ്ചസാര 40 രൂപയ്ക്ക് തന്നെ നമ്മൾ കൊടുത്തു. പക്ഷേ 1 കിലോയ്ക്ക് പകരം എന്തേ കൊടുക്കുന്നുള്ളൂ? 900 ഗ്രാമേ നമ്മൾ വിൽക്കുന്നുള്ളൂ. സോ അവിടെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും.
1000 ഗ്രാമിൻ്റെ സി പിയും 900 ഗ്രാമിൻ്റെ എസ് പിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം, രണ്ടും കണക്റ്റഡ് ആണ്, രണ്ടിൻ്റെയും ലോജിക് എന്താണ്? സെയിം ആണ്. അപ്പം ഇവൻ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, അതുമായിട്ടൊന്ന് കണക്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം നോക്കൂ, അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1 കിലോ പഞ്ചസാരയ്ക്ക് പകരം 900 ഗ്രാമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം എന്താ ഇയാളുടെ ലാഭം? അയാൾ ചീറ്റ് ചെയ്ത വെയിറ്റ് ആണ് ലാഭം. എത്ര ഗ്രാം ചീറ്റ് ചെയ്യുന്നുണ്ട്? 100 ഗ്രാം ചീറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോൾ അയാൾക്ക് 100 ഗ്രാം കിട്ടുക? ഓരോ കസ്റ്റമർക്കും 900 ഗ്രാം കൊടുക്കുമ്പം ഇയാളുടെ പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഇയാളുടെ അക്കൗണ്ടിലേക്ക് എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്? 100 ഗ്രാം വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ആളുടെ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100/900 × 100. ദാറ്റ് മീൻസ് 1/9. 1/9ൻ്റെ വാല്യൂ നിങ്ങൾക്കറിയും, 11/1/9 അല്ലെങ്കിൽ 11.11%. ക്ലിയർ? ഓക്കെ. അപ്പം മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് RRBയിൽ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹138 എ ഷോപ്പ് കീപ്പർ ലോസസ് 8%. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ആർട്ടിക്കിൾ ബി സോൾഡ് ടു ഗെറ്റ് എ ഗെയിൻ ഓഫ് എന്താണ്? 4%. അപ്പോൾ നോക്കൂ, 138 എന്ന് പറയുന്നത് എന്തായിരുന്നു? ആർട്ടിക്കിൾ വിറ്റ വിലയാണല്ലേ. എന്തിന് വിറ്റ വിലയാണ്? 8% ലോസിന്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു ആർട്ടിക്കിൾ 8% ലോസിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ സി പിയുടെ എന്തിനായിരിക്കും വിറ്റിട്ടുണ്ടാകുക? 92% അല്ലെ. സി പിയെക്കാളും 8% കുറച്ച് സി പിയുടെ 92%-നായിരിക്കും വിറ്റിട്ടുണ്ടാകുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു 138 എന്ന് പറയുന്നത് നമ്മളുടെ സി പിയുടെ എന്തായിരിക്കും? 92%. സി പി ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ സി പി അല്ല, നമുക്കൊരു സെല്ലിംഗ് പ്രൈസ് തന്നിട്ട് മറ്റൊരു സെല്ലിംഗ് പ്രൈസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എത്ര ശതമാനം ലാഭത്തിലുള്ള സെല്ലിംഗ് പ്രൈസ്? 4% ലാഭത്തിൽ. ഒരു ആർട്ടിക്കിൾ 4% ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ എന്തിന് വിൽക്കണം? 104%-ന് വിൽക്കണം സി പിയുടെ. സോ അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സി പിയുടെ 104% ഇൻറ്റു 104. ക്ലിയർ? നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ആക്ച്വലി 40 അല്ലേ, 4 കൊണ്ട് കട്ട് ചെയ്യാം. 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുക എത്രയായിരിക്കും? 26 ആണ്. ഇവിടെ കിട്ടുക 23 ആണ്. 23 അല്ലേ 138-ൽ കട്ടാവും. 23 138-ൽ 6 ടൈംസ് ക്യാൻസൽ ആവും. സോ ആൻസർ വരിക 6 × 26. 6 × 26 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 156 കിട്ടും. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കൂ. എ മിൽക്ക് മാൻ മിക്സസ് 10% വാട്ടർ ഇൻ പ്യുവർ മിൽക്ക്, ബട്ട് ഹീ ഈസ് നോട്ട് കണ്ടന്റ് വിത്ത് ഇറ്റ്, സോ ഹി അഗെയിൻ മിക്സസ് 10% മോർ വാട്ടർ ഇൻ ദ പ്രീവിയസ് മിക്സ്ചർ. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് ദ മിൽക്ക് ഇഫ് ഹി സെൽസ് ഇറ്റ് അറ്റ് എന്താ പറയുന്നത്? കോസ്റ്റ് പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മിൽക്കിലേക്ക് വാട്ടർ മിക്സ് ചെയ്ത് കോസ്റ്റ് പ്രൈസിന് വിറ്റ് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ നോക്കൂ, ഒരാളുടെ കയ്യിൽ ഒരു 10 ലിറ്റർ മിൽക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 10 ലിറ്റർ മിൽക്ക് ഉണ്ട്. 1 ലിറ്റർ മിൽക്കിൻ്റെ വില 10 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10 ലിറ്റർ മിൽക്ക് വാങ്ങിക്കാൻ ഇയാൾക്ക് എത്ര രൂപ ചിലവായി കാണും? 10 × 10 എന്ത് ചിലവായി കാണും? 100 rupees ചിലവായി കാണും. ഇനിയും ഇയാൾ ഒരു 10 ലിറ്റർ മിൽക്കിലേക്ക് എന്ത് ചേർക്കുകയാണ്? ഒരു 2 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ 2 ലിറ്റർ വെള്ളം ഒഴിക്കുമ്പം സംഭവം മിക്സറായല്ലേ. നമ്മുടെ കയ്യിൽ ഇപ്പം ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയുണ്ടാവും? 12 ലിറ്റർ ഉണ്ടാവും. എന്നിട്ട് ഇയാൾ കോസ്റ്റ് പ്രൈസിന് തന്നെയാണ് ഇത് വിൽക്കുന്നത്. കോസ്റ്റ് പ്രൈസിന് വിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ 1 ലിറ്റർ 10 രൂപയായിരുന്നു എടുത്തിരുന്നത് അല്ലേ. അപ്പോൾ അവിടെയുള്ള 12 ലിറ്ററും എന്തിനു വിൽക്കും? 10 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അവിടെ കിട്ടുക 12 × 10 എന്ത് കിട്ടും? 120 കിട്ടും. ക്ലിയർ? അപ്പോൾ നോക്കൂ, നമുക്ക് ഇയാൾക്ക് മിൽക്ക് അല്ലെ വാട്ടർ നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്, അതിന് ചിലവൊന്നുമില്ല. കാരണം 2 ലിറ്റർ വാട്ടറിന് വില അവിടെ വരുന്നില്ല. അപ്പം നമുക്ക് ആകപ്പാടെ ചിലവായത് അല്ലെ 10 ലിറ്റർ മിൽക്ക് വാങ്ങിക്കാൻ നമുക്ക് ചിലവായത് 100 രൂപയാണ്. പക്ഷേ വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120 കിട്ടി. അപ്പം 100ൻ്റെ സാധനം 120-നാണ് വിൽക്കുന്നത് എങ്കിൽ അവിടുത്തെ ഗെയിൻ പെർസെൻറ്റേജ് എത്ര എന്നുള്ളത് നിങ്ങൾക്കറിയും. അവിടുത്തെ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണ് വരിക? 20% ഗെയിൻ വരും അല്ലേ. ഇനിയും ഇത് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഒരു നമ്പർ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും മിൽക്കിലേക്ക് വാട്ടർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ലാഭം എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന് വിൽക്കണം കേട്ടോ. മിൽക്കിലേക്ക് വാട്ടർ മിക്സ് ചെയ്യുന്നു, എന്നിട്ട് കോസ്റ്റ് പ്രൈസിന് തന്നെയാണ് നമ്മൾ വിൽക്കുന്നത് എങ്കിൽ അവിടുത്തെ ലാഭം എന്ന് പറയുന്നത് നമ്മൾ ആഡ് ഓൺ ചെയ്ത വാട്ടർ ആയിരിക്കും. 10 ലിറ്ററിലേക്ക് 2 ലിറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻ പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/10. ദാറ്റ് മീൻസ് 20%.
ക്ലിയർ? ഒരു 5 ലിറ്റർ മിൽക്കിലേക്ക് 2 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. വാട്ട് ഈസ് ദ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 എന്തായിരിക്കും 5 ആയിരിക്കും. പ്രത്യേകത എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന് തന്നെ അവിടെ എന്ത് ചെയ്യണം? സെല്ല് ചെയ്യണം. ഒരു 8 ലിറ്റർ മിൽക്കിലേക്ക് 1 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. ഗെയിൻ പെർസെൻറ്റേജ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/8 കിട്ടും. ക്ലിയർ? ഓക്കെ. അപ്പോൾ അതാണ് മിൽക്കിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കോസ്റ്റ് പ്രൈസിന് വിൽക്കുമ്പോൾ ഉള്ള ലോജിക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് പോകാം. നോക്കൂ, മിൽക്ക് മാൻ എന്താ ചെയ്യുന്നത്? ഒരു 10% വാട്ടർ ആഡ് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് അവൻ തൃപ്തനല്ല. എഗെയിൻ എന്ത് ചെയ്യുന്നു? ആ ഒരു 10% മോർ വാട്ടർ ആഡ് ചെയ്യുന്നു. എന്തിൻ്റെ? മിക്സറിൻ്റെ. ക്ലിയർ? അപ്പോൾ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഈ 10% ഇൻക്രിമെൻ്റ് എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് നമുക്ക് ഈ 10 ഈക്വലൻ്റ് ആൻസർ എന്ത് മാർക്ക് ചെയ്യാൻ പറ്റും? 21 എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ഒന്നും കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറയുകയാണ്. ഇപ്പം ഇയാളുടെ കയ്യിൽ ഇനീഷ്യലി 100 ലിറ്റർ മിൽക്കായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ആദ്യം ഒരു 10% വാട്ടർ ആഡ് ചെയ്യും. 10% വാട്ടർ ആഡ് ചെയ്യുമ്പോഴേക്ക് ഇപ്പം നമ്മളുടെ ടോട്ടൽ സൊല്യൂഷൻ എന്താവും? 100 + 10 110 ആവും അല്ലേ? ഇനിയും എഗെയിൻ വീണ്ടും എന്താ ആഡ് ചെയ്യുന്നു? ഈ ഒരു മിക്സറിൻ്റെ 10% ആഡ് ചെയ്യുന്നു. 110ൻ്റെ 10%. 110ൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 110ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 11 വരും. അപ്പം ടോട്ടൽ നമ്മൾ ആഡ് ചെയ്ത് 100 ലിറ്റർ മിൽക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്ത വാട്ടർ എത്രയാണ്? 10 + 11 എത്ര വാട്ടർ ആഡ് ചെയ്തു? 21 ലിറ്റർ വാട്ടർ ആഡ് ചെയ്തു. അപ്പം മിൽക്ക് 100 ആണെങ്കിൽ വാട്ടർ 21 ആണ്. ഗെയിൻ പെർസെൻറ്റേജ് എത്ര തന്നെയായിരിക്കും വരിക? 21/100 × 100 പറയേണ്ട ആവശ്യമുണ്ടോ? 100ലേക്ക് 21 വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻ പെർസെൻറ്റേജ് എത്ര കിട്ടും? 21% കിട്ടും. അപ്പോൾ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആദ്യം അല്ലേ ഒരു 10% ലാഭം കിട്ടി. അതിന് മുകളിൽ വീണ്ടും എന്ത് കിട്ടി? 10% ലാഭം കിട്ടി. ക്ലിയർ? അതുകൊണ്ടാണ് നമ്മൾ ഈ 2/10 എന്തെടുക്കുക എന്ന് പറയുന്നത്? ഈക്വലൻ്റ് വാല്യൂ എടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 4% more is gained by selling a table for എന്താ പറഞ്ഞിരിക്കുന്നത്? 1800 than by selling it for 1750. What is the cost price എന്നാണ് ചോദ്യം അല്ലേ? നോക്കൂ, 1800 വിൽക്കുമ്പം എന്ത് കൂടുതൽ കിട്ടുന്നു എന്നാണ് പറയുന്നത്? 4% കൂടുതൽ കിട്ടുന്നു. എന്തിനേക്കാളും? 1750 വിൽക്കുമ്പം. ദാറ്റ് മീൻസ് എന്താണ്? 1750 1800 എന്താണ് കൂടുതലുള്ളതെന്നുള്ളത് നിങ്ങൾക്കറിയും. 1750 1800 കയ്യിൽ എന്ത് കൂടുതലാണ്? 50 രൂപ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 50 രൂപ കൂടിയപ്പം എന്തു കൂടി? 4% ലാഭം കൂടി. ഈ ലാഭവും നഷ്ടമൊക്കെ നമ്മൾ കണക്കാക്കുന്നത് എന്തിനു മുകളിലാണ്? CPക്ക് മുകളിലാണ്. ദാറ്റ് മീൻസ് ഈ ഒരു 50 രൂപ എന്ന് പറയുന്നത് CPയുടെ എന്തായിരിക്കും? 4% ആയിരിക്കും. CP കണ്ടുപിടിച്ചുകൂടെ? 4% 50 ആണെങ്കിൽ CP കാണാൻ 100% കണ്ടാൽ പോരെ? സോ അപ്പോൾ നമ്മുടെ ആൻസർ വരിക എന്തായിരിക്കും? 50/4 × 100. 50/4 × 100 ചെയ്താൽ ആൻസർ അവിടെ എത്ര കിട്ടും? 1250 കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ 45,000 എ മാൻ ലോസസ് 10%. വാട്ട് എമൗണ്ട് ഷുഡ് ഹി സെൽ ഇറ്റ് സോ ആസ് ടു ഗെയിൻ 15? എനിക്ക് തോന്നുന്നു നേരത്തെ ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തു. 4500 അല്ല 45,000. 45,000 വിറ്റപ്പം 10% ലോസാണ്. അതിനർത്ഥം ഒരു സെല്ലിംഗ് പ്രൈസ് തന്നു. കാണാൻ പറഞ്ഞിരിക്കുന്നത് മറ്റൊരു സെല്ലിംഗ് പ്രൈസ് അല്ലേ? കണ്ടുപിടിച്ചുകൂടെ? അപ്പോൾ ഈ ഒരു 45,000 എന്ന് പറയുന്നത് 10% ലോസിന് വിറ്റ ഫിഗറാണ്. ദാറ്റ് മീൻസ് CPയേക്കാളും 10% കുറവ്. CPയുടെ എന്ത് വരും? 90. CP ആയിരുന്നു കാണേണ്ടത് എങ്കിൽ × 100. നമുക്ക് CP അല്ല കാണേണ്ടത്. 15% ലാഭത്തിൽ വിറ്റ വില. ഒരു ആർട്ടിക്കിൾ 15% ലാഭത്തിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ CPയുടെ എന്തിന് വിൽക്കണം? 115%. സോ 45,000/90 × 115 അല്ലേ? നമുക്ക് നോക്കൂ, 90 0 ക്യാൻസലായി. 4500 9 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 500 കിട്ടും. 500 × 115. 500 × 115 ചെയ്താൽ എത്ര കിട്ടി? 57,500 കിട്ടും കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. നോക്കൂ, എ ടോയ് ഈസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 16%. ഹാഡ് ഇറ്റ് ബീൻ സോൾഡ് ഫോർ ₹10 മോർ. അതായത് പണ്ട് വിറ്റതിനേക്കാൾ ഒരു 10 രൂപ കൂട്ടിയിരുന്നുവെങ്കിൽ പ്രോഫിറ്റ് എത്ര ശതമാനം ആകുമായിരുന്നു? 20%. സിമ്പിൾ അല്ലേ? 16% ലാഭം ഉണ്ടായിരുന്നത് എന്തിലേക്ക് മാറി? 20ലേക്ക് മാറി. എത്ര ശതമാനം ലാഭം കൂടി? 4%. കാരണം 10 രൂപ കൂട്ടിയതുകൊണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു 10 രൂപ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ എന്തായിരിക്കും?
4%. കോസ്റ്റ് പ്രൈസ് കാണാൻ 10/4 ഇൻറ്റു 100. 10/4 ഇൻറ്റു 100 ചെയ്താൽ ആൻസർ അവിടെ എത്ര കിട്ടും? 250 കിട്ടും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കൂ. ഷകില incurs a loss of 10% after selling an article for 540. In order to gain 10%, what price she should sell the same item എന്നാണ് ചോദ്യം അല്ലേ? എനിക്കൊന്ന് നേരത്തെ 2 ക്വസ്റ്റ്യൻ നമ്മളിപ്പം ചെയ്ത് കഴിഞ്ഞതാണ്. 540 വിൽക്കുമ്പം 10% ലോസ് ആണെങ്കിൽ അതിനർത്ഥം 540 CPയുടെ എന്തായിരിക്കും? 90%. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10% ലാഭത്തിൽ വിൽക്കുന്ന വിലയല്ലേ? 10% ലാഭം കാണണമെങ്കിൽ നമ്മൾ എന്ത് കാണണം? 110% കാണണം. 540/90 ചെയ്താൽ 6 6 ഇൻറ്റു 110 ചെയ്യുമ്പം ആൻസർ എത്ര കിട്ടും? 660 കിട്ടും. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കൂ. ഡിഫറൻസ് ബിറ്റ്വീൻ 12.5% പ്രോഫിറ്റ് ആൻഡ് 10.5% loss while selling an item is 161. What would be the selling price of the item if the intended profit is 19% എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം ആരൊക്കെ തമ്മിലുള്ള ഡിഫറൻസാണ് പറഞ്ഞിരിക്കുന്നത്? 12.5% പ്രോഫിറ്റും 10.5% എന്താ വരുന്നത്? ലോസാണ്. അപ്പം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 2%കളുടെ സമ്മ് കണ്ടാൽ മതി അല്ലേ? 12.5ഉം 10.5ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എത്ര കിട്ടും? 23 കിട്ടും. അതിന് കാരണം എന്താണ്? ഒരെണ്ണം പ്രോഫിറ്റിലും. അപ്പം നിങ്ങൾ നോക്കൂ, ഇതാണ് നമ്മുടെ CP എന്ന് വിചാരിക്കുക. അപ്പം ഒരാൾ 12.5% പ്രോഫിറ്റിന് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPയേക്കാളും 12.5 പ്ലസ് ആയിരിക്കും. ഇങ്ങോട്ട് പ്ലസ് ആണ്, പ്രോഫിറ്റിന് വിൽക്കുന്നതല്ല. അപ്പോൾ CPയേക്കാളും 12.5 പ്ലസ്സിലാണ് ആളുടെ പൊസിഷൻ ഉള്ളത്. അടുത്ത ആൾ 10.5% ലോസാണ്. ലോസിന് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPയേക്കാളും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. എത്ര പെർസെൻറ്റേജ് മൈനസ് ആയിരിക്കും? 10.5. ആളുടെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. അപ്പം ഈ 2 ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? 161. അപ്പം 161 എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഗ്യാപ്പ് കാണണം. ഈ ഒരു ഗ്യാപ്പിൻ്റെ വാല്യൂ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 2%കളുടെ അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 12.5ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 10.5ഉം ആണ്. അപ്പോൾ ഈ 2%ൻ്റെ സമ്മ് കാണണം. ഈ 2%ൻ്റെ സമ്മ് കാണുമ്പോൾ നമുക്ക് കിട്ടുക എത്രയായിരിക്കും? 23 ആയിരിക്കും. ദാറ്റ് മീൻസ് 161 എന്ന് പറയുന്നത് CPയുടെ 23% ആയിരിക്കും. CP ആയിരുന്നു കാണേണ്ടത് എങ്കിൽ ഇൻറ്റു 100. ബട്ട് നമുക്ക് CP അല്ല കാണേണ്ടത്. 19% പ്രോഫിറ്റിന് വിൽക്കുന്ന വാല്യൂ, 19% പ്രോഫിറ്റിന് വിൽക്കുന്ന വാല്യൂ കാണാൻ 119% കാണണം. 23 161ൽ ക്യാൻസൽ ആവും. എത്ര ടൈംസ് ക്യാൻസൽ ആവും? 7 ടൈംസ് ക്യാൻസൽ ആവും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ഇൻറ്റു 119 വരും. ക്ലിയർ? 7 ഇൻറ്റു 119 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 833 കിട്ടും അല്ലേ? 7 ഇൻറ്റു 120 ആലോചിച്ചാൽ മതി. നിങ്ങൾ അവിടെയൊക്കെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പം 7 ഇൻറ്റു 12 പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 7 ഇൻറ്റു 120 എത്രയാണ് വരുന്നത്? 840 ആണ്. അപ്പോൾ 840യേക്കാളും 7 കുറച്ചാൽ 833 കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 വായിച്ചു നോക്കിയേ. അനുപമ സോൾഡ് എ ബുക്ക് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10. ഹാഡ് ഷീ സോൾഡ് ഇറ്റ് ഫോർ ₹20 മോർ, 15% would have been gained. Find the cost price of the book എന്നാണ് പറയുന്നത് അല്ല. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് തന്നെയാണ്. ആദ്യം വിറ്റത് 10% ലാഭത്തിന് ഒരു 20 രൂപ കൂട്ടുകയാണെങ്കിൽ ലാഭം 15 ആവുമായിരുന്നു. ദാറ്റ് മീൻസ് എന്താണ്? 20 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും അല്ലേ? പണ്ട് 10 ശതമാനം ഇപ്പം 15 ആയി. ദാറ്റ് മീൻസ് 20 എന്തായിരിക്കും? 5%. കോസ്റ്റ് പ്രൈസ് കാണാൻ ഇൻറ്റു 100 ചെയ്താൽ പോരെ. സോ 5 അല്ലെങ്കിൽ 20/5 ചെയ്താൽ 4 ആണ്. 4 ഇൻറ്റു 100 ചെയ്താൽ എത്ര കിട്ടും? 400 കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 11. By selling a car for 1,20,000, David makes a profit of 20. What will be the selling price if he sells the car at 30% എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. 1,20,000 വിറ്റപ്പം അല്ലേ, 1,20,000 വിറ്റപ്പം 20% ലാഭമാണെങ്കിൽ ഇത് 120 ആയിരിക്കും. 30% ലാഭം കാണാൻ ഇൻറ്റു 130%. സോ 1 lakh എന്ത് കിട്ടും? 30,000 കിട്ടും. ഓക്കെ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് കെയർ കൊടുക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കൂ. എ ഷോപ്പ് കീപ്പർ സോൾഡ് 2 toys for 990 each. ഫസ്റ്റ് ടോയ് ഹി ഗെയിൻഡ് 10% ആൻഡ് സെക്കൻഡ് ടോയ് ഹി ലോസ്റ്റ് 10%.
ഫൈൻഡ് ദ ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് ഗെയിൻ ഓർ ലോസ് എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ കാണാൻ എളുപ്പമാണ്. അതിൻ്റെ ആൻസർ കാണാനായിട്ട് 10² എന്തായിരിക്കും? ലോസ് ആയിരിക്കും. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നോക്കുക, അതിന് നോക്കൂ, 10² ലോസ് ആയിരിക്കും. 10² എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയും അല്ലേ, 10² പിന്നെ ഒരു പെർസെൻറ്റേജ് വേണ്ട കേട്ടോ. 10² അത്രയും ലോസ് ആയിരിക്കും വരിക. 10² വാല്യൂ നിങ്ങൾക്കറിയും 100 ആണ്. 100/100 എന്ന് പറഞ്ഞാൽ 1% എന്ത് വരും? ലോസ് വരും. ഇതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. അതായത് 2 ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓർത്തിരിക്കുക, 2 ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിം ആയിരിക്കണം. SP1 = എന്തായിരിക്കണം? SP2 ആയിരിക്കണം. ആദ്യത്തെ ആർട്ടിക്കിൾ X% പ്രോഫിറ്റിനാണെങ്കിൽ രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്തിനായിരിക്കണം? X% ലോസിനായിരിക്കണം. ഒരെണ്ണം പ്രോഫിറ്റും അടുത്തത് എന്തായിരിക്കണം? ലോസും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഓവറാൾ ഗെയിൻ ഓർ ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ X²/100 അത്രയും എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ക്ലിയർ? X²/100% എന്തായിരിക്കും? ലോസ് ആയിരിക്കും. X²/100% എന്ന് പറയുമ്പോൾ നമുക്കവിടെ 1% എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഓർത്തിരിക്കണം കേട്ടോ, 2 ആർട്ടിക്കിളിൻ്റെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആയിരിക്കണം. 2%ൻ്റെയും ന്യൂമറിക്കൽ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഒരെണ്ണം +X ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കണം? -X ആയിരിക്കണം. ഓക്കെ, അതൊരു ടൈപ്പാണ്. അതേപോലെ വേറെയും ടൈപ്പ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ CP സെയിം ആകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, 2 ആർട്ടിക്കിളിൻ്റെ CP സെയിം ആണ്. ക്ലിയർ? 2 ആർട്ടിക്കിളിൻ്റെ CP സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആദ്യത്തത് ഒരു X% പ്രോഫിറ്റും രണ്ടാമത്തത് Y% പ്രോഫിറ്റും വിറ്റു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഓവറാൾ ഗെയിൻ പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ആൻസർ എന്തായിരിക്കും വരിക? ഈ 2%ൻ്റെ എന്തായിരിക്കും? ആവറേജ് ആയിരിക്കും. സപ്പോസ് 3 ആർട്ടിക്കിൾ ഉണ്ട്, 3% ഉണ്ടെങ്കിൽ അവിടുത്തെ ആൻസർ എന്തായിരിക്കും? 3%ൻ്റെയും കൂടി എന്തായിരിക്കും? ആവറേജ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 13. Discount and percentage of profit both are 20. Then what percentage is the market price above the cost price എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്ത ഡിസ്കൗണ്ട് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും സെയിം ആണ്. രണ്ടും 20 ആണ് തന്നു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്ര എന്നാണ് ചോദ്യം അല്ലേ. മാർക്കറ്റിൻ്റെ പെർസെൻറ്റേജ് എത്ര ശതമാനം കൂട്ടിയാണ് മാർക്ക് ചെയ്തതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കൂ, ഇവിടെ നമുക്ക് CP വരുന്നുണ്ട്, SP വരുന്നുണ്ട്, മാർക്കറ്റും വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്കിവിടെ മാർക്കറ്റ് പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കാണണമെങ്കിൽ നമ്മളിവിടെ ആരെ കണ്ടുവെക്കണം? SP കാണണം. SP-യിൽ നിന്ന് മാത്രമേ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ? മാർക്കറ്റിലേക്ക്. അപ്പോൾ CP ഞാനൊരു കാര്യം ചെയ്യുന്നു, CP 100 കൊടുത്തു. CP 100 ആണെങ്കിൽ ഓൾറെഡി അവർ പറയുന്നുണ്ട് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 20 ആണ്. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ ആർട്ടിക്കിൾ അവിടെ വിറ്റത് എന്തിനായിരിക്കും? 120-നായിരിക്കും. വെറുതെ അങ്ങോട്ട് 120-ന് വിൽക്കുകയാണോ ചെയ്തത്? അല്ല. നമുക്കൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. ഈ മാർക്കറ്റ് പ്രൈസിന് മുകളിൽ 20% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു 120 കിട്ടുക അല്ലേ. മാർക്കറ്റ് പ്രൈസിന് മുകളിൽ 20% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ 80% ആയിരിക്കും എന്ത് വരിക? ഈ ഒരു 120 വരിക അല്ലേ. അപ്പം മാർക്കറ്റ് കാണാൻ അല്ലേ, മാർക്കറ്റിൻ്റെ 80% 120. അപ്പം മാർക്കറ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? 120/80 × 100. 120/80 × 100 ചെയ്താൽ മാർക്കറ്റ് കിട്ടും. എത്ര കിട്ടും? മാർക്കറ്റ് 150 കിട്ടും. സോ അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളുടെ മാർക്കറ്റ് പ്രൈസ് 100 ആണ്. ഇനിയും കോസ്റ്റ് പ്രൈസിനേക്കാളും എത്ര ശതമാനം കൂട്ടിയാണ് മാർക്ക് ചെയ്തതെന്നാണ് ചോദ്യം. കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് 150 എത്ര ശതമാനം കൂട്ടി മാർക്ക് ചെയ്തു? 50% കൂട്ടി മാർക്ക് ചെയ്തു. ക്ലിയർ? സോ ആൻസർ വരിക ഓപ്ഷൻ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കൂ. കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 75% ഓഫ് ദ മാർക്കറ്റ് പ്രൈസ്. ഡിസ്കൗണ്ട് ഓഫ് 15% ഈസ് അലൗഡഡ്. പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം അല്ലേ. അപ്പം പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണാൻ നമുക്ക് ആരൊക്കെ മതി? CPയും SPയും മതി അല്ലേ. പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ നമുക്ക് വേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? ഒന്ന് CPയും അടുത്തത് ആരാണ്? SPയും. ഇനിയും കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് 75% ഓഫ് ദ മാർക്കറ്റ് പ്രൈസ് എന്നാണ് പറയുന്നത്. മാർക്കറ്റിൻ്റെ 75% ആര് വരുന്നത്? കോസ്റ്റ് പ്രൈസ്. അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു, മാർക്കറ്റ് പ്രൈസ് 100 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും വരിക? 75. ഇനിയും വിറ്റത് എന്തിനാണ്? 15% ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ്. നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ട് കൊടുക്കുക എന്തിനു മുകളിലായിരിക്കും? മാർക്കറ്റ് പ്രൈസിന് മുകളിലായിരിക്കും ഡിസ്കൗണ്ട് കൊടുക്കുക കേട്ടോ. അത് എസ്പെഷ്യലി മെൻഷൻ ചെയ്യണമെന്നില്ല. ഡിസ്കൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് കൊടുക്കുക ഓൾവേസ് എന്തിനു മുകളിലായിരിക്കും? മാർക്കറ്റിന് മുകളിലായിരിക്കും.
അപ്പം മാർക്കറ്റിന് മുകളിൽ 15% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 100ൻ്റെ ആർട്ടിക്കിൾ എന്തിന് വിറ്റു? 85-ന് വിറ്റു. ദാറ്റ് മീൻസ് 75ൻ്റെ ആർട്ടിക്കിൾ 85-ന് വിറ്റു. ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുകൂടെ? 75-55-ന് വിൽക്കുക എന്ന് പറഞ്ഞാൽ 10 ആണ്. 10/75 × 100. 25 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് 4ഉം ഇത് 3ഉം വരും. സോ ആൻസർ വരിക 40/3. 40/3 ചെയ്താൽ എത്ര കിട്ടും? 13.33% പ്രോഫിറ്റ് ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, സോ ആൻസർ വരിക ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പം കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടാം. അതേപോലെ ക്യൂബിറ്റിൻ്റെ ഒരു SSC ആൻഡ് RRB എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ടെലഗ്രാം ചാനലുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് കണ്ടൻറ്റുകൾ, ഫ്രീ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ആ ഒരു ടെലഗ്രാം ചാനൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. സോ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായാലും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എക്സാം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ടോപ്പിക്കും കവറപ്പ് ചെയ്യണം. ഒരുപാട് തവണ നമുക്ക് റിവിഷൻ ചെയ്യാൻ സാധിക്കണം. ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു, ബൈ.